നമ്മളിന്ന് എങ്ങോട്ടാണ് പോണത്? പേരില്ലേ സ്ഥലത്തിന്? അന്ന് മമ്പിക്ക് എടുത്തു കൊടുക്കും. ബാലി ഗേറ്റ്. അവിടെയാണോ ഫുൾ മഴയായിരിക്കും പറഞ്ഞത്? നമ്മള് താമസിക്കുന്നിടത്തുനിന്ന് 2 hours ട്രാവൽ ഉണ്ടല്ലേ? ഞങ്ങളെ കുറിച്ച് ഏകദേശം ധാരണ കിട്ടി തോന്നണല്ലേ? ആത്മജയുടെ പുതിയ ഷൂ ആണല്ലോ. കാണിച്ചു കൊടുക്ക ആത്മജ. ഷൂ കാണിച്ചു കൊടുക്കും. നല്ല ലൈറ്റ് ഒക്കെ കത്തുന്ന ഷൂ. അയ്യോ, ആത്മജയ്ക്ക് ഫസ്റ്റ് ഷൂ വാങ്ങിച്ചു എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നമ്മള് ബോംബെയിൽ ചെന്നിട്ട് കുഞ്ഞി ഷൂ. എനിക്ക് തോന്നുന്നു ഇപ്പൊ ബോംബെക്ക് അത് പാകാവൂന്ന്. ഏതിന്റെ ആയിരുന്നു? അഡിഡാസിന്റെയോ? കാറിന്റെ ഡിക്കിയിലുണ്ട് തോന്നുന്നു. അതും ക്രോക്സും. ഞാൻ ചോദിക്കാൻ മാഷത്തോട് ആകെ 1 മാസം ഇടാൻ പറ്റുള്ളൂ. പിന്നെ എന്തിനാ അത് വാങ്ങിച്ചത്? നല്ല രസമുള്ള ഷൂ ആയിരുന്നു കേട്ടോ. ആത്മജ നല്ല രസമായിരുന്നു അതിട്ട് നടക്കുന്നതാണ്. നല്ല വെയിലാണ് പുറത്ത്. പക്ഷെ വെയിൽ കണ്ടിട്ട് നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. പെട്ടെന്നാണ് ക്ലൈമറ്റ് മാറുന്നുണ്ടാക്കിയത്. കൊള്ളാം. ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ ഭയങ്കര രസം. നമ്മൾ നേരെ കാണുന്നതില്ലേ കടലാണ് കേട്ടോ. ഇന്നലെ വൈകുന്നേരം നമ്മള് സൺസെറ്റ് ഒക്കെ കണ്ടു. ഭയങ്കര രസമായിരുന്നു. പക്ഷെ ഈ ആത്മജ ഞങ്ങള് സൺസെറ്റ് ആസ്വദിക്കാൻ സമ്മതിച്ചില്ല. ബേബി ഹായ് പറയൂ. ബേബിയുടെ പുതിയ ഡ്രസ്സാണ്. ഞങ്ങൾ ഇന്നലെ സൺസെറ്റ് ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല. അപ്പൊ ഇന്നിപ്പോ എവിടെയെങ്കിലൊക്കെ പോയിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുള്ള വിശ്വാസം. എനിക്കും ആത്മജയ്ക്കൊക്കെ ചെറിയ ക്ഷീണമുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് Day 3 ആണ്. Day 3 ബാലിയിലെത്തിയിട്ട് ട്രാവൽ ചെയ്യുന്ന Day 2. ബാക്കിയുള്ള പൂർണ്ണ സ്ഥലങ്ങളൊക്കെ കാണിക്കാമേ. ഓക്കെ, അപ്പൊ നേരത്തെ നമ്മള് പോണെന്ന് പറഞ്ഞ സ്ഥലം ഹണ്ടാര ഗേറ്റ്. ഹണ്ടാര ഗേറ്റ് അല്ലേ? അമ്പലം. അമ്പലം ഉളു. എന്താ ബ്രോ അമ്പലം പേര്? ടെമ്പിൾ നെയിം? ഓ ശരിയാണല്ലോ, മലയാളി അല്ലേ? ഹലോ ബ്രോ. ബ്രോ ടെമ്പിൾ നെയിം? ഉളു. ഉളുണ്ടാനു. ഉളുണ്ടാനു. ഇവിടുത്തെ പേരൊക്കെ ഭയങ്കര വ്യത്യാസമായിട്ടുള്ള പേരാണ്. സ്ഥലം ബാലിയല്ലേ, കേരളമല്ലല്ലോ. ഉളുണ്ടാനു ലേക്ക്. കറക്റ്റ്. ആ ലേക്കിന്റെ അവിടെയുള്ള ടെമ്പിൾ ആണ് ഉളുണ്ടാനു ടെമ്പിൾ. നല്ല ടെമ്പിൾ ആണ്. നമ്മൾ ഒരുപാട് ഫോട്ടോസ് ഒക്കെ കണ്ടതായിരിക്കും. ആത്മജയ്ക്ക് ഫോട്ടോ എടുക്കണം നിർബന്ധം പറഞ്ഞ ഫോട്ടോ എടുക്കാം. എന്റെ മുമ്പ് ഇവിടെയൊക്കെ ഫോട്ടോ എടുക്കും. നല്ല രസമുണ്ട്. നന്നായിട്ട് ഫോട്ടോ കൂടെ എടുക്കോ? എന്റെ ഒരു ഫോട്ടോ കൂടെ എടുക്കും. സോ ഇന്ന് നമ്മളുടെ ബാലിയിലെ ലാസ്റ്റ് ഡേ ആണ്. ലാസ്റ്റ് ഡേ അല്ല, നാളെ നമ്മൾ പോകുന്നത്. സോ നമ്മളിപ്പം തീർത്ഥാമ്പൽ ടെമ്പിൾ, നമ്മൾ ഈ തീർത്ഥക്കുളം എന്നൊക്കെ പറയില്ല, അതുപോലെ അവിടേക്ക് വന്നിരിക്കുകയാണ്. കാണിക്കാം. ഇവിടെ നമ്മള് അവിടെ അമ്പലത്തിലൊക്കെ പോകണ മാതിരി മുണ്ട് കൊടുക്കണം. ഇതാണ് അവിടെ മുണ്ടത്. താങ്കൾ മുണ്ടെടുത്തിട്ട് കുളിക്കാൻ പോകുന്നുണ്ടോ? താങ്കൾ കുളിച്ചോ? ഞാൻ പിടിച്ചു നിൽക്കാം. നോട്ട് എൻ്റെ ഓൺലി ഫോർ പ്രേയിങ് ആൻഡ് വിയറിങ്. അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ ഭയങ്കര രസമാണ്. ഒരു പ്രത്യേകതരം തണുപ്പൊക്കെയാണ്. മുണ്ട് കൊടുത്തിട്ട് വേണം പോവാനല്ലേ? ഓക്കെ. ഈശ്വര, ഞാനും മുൻപ് വെക്കണം തോന്നുന്നു. അപ്പൊ കുട്ടിയൊക്കെ വേണ്ടല്ലോ അല്ലേ?
Yes, also all. So all you need one to go inside. Hi. 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 Baby, hi. Hi. So that is the palace of the president. Oh, this one. So we go inside? Yes. From there? Yes. ഫോൺ താഴെ പോകില്ല, ഇല്ല, കൊച്ചിന് തൊട്ട് തട്ടുമോ? പോയില്ല. ഓക്കെ, അടിപൊളിയല്ലേ? സൂപ്പർ സൂപ്പർ. എന്ത് രസമുള്ള വെള്ളമല്ലേ? ഇവിടെ അല്ലേ ആഹാരം വന്നിട്ട് പുറത്തുനിന്നല്ലേ? ഇന്ന് എനിക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോ കുളിക്കാം. നിറയെ ആൾക്കാരെ കണ്ടിട്ട് എനിക്ക് കുളിക്കാൻ തോന്നുന്നില്ല. ഇല്ലാതെ പറ്റത്തില്ല. അടുത്ത പ്രാവശ്യം പ്രിപ്പയർ ആയിട്ട് വരാം കുളിക്കാൻ വേണ്ടിയിട്ട്. കൊള്ളാട്ടോ, ഇവിടെ ഭയങ്കര രസമാണ് കാണാൻ. ആത്മജയ്ക്ക് കുളിക്കണോ അവിടെ വെള്ളത്തില്? വർഷിപ്പ് ചെയ്യുന്ന സ്ഥലമാണ്. താങ്കൾ പറ്റിയത് ഇത് നമ്മള് ശ്രീവരാഹമൂർത്തിയുടെ അവിടെ ഉണ്ടല്ലേ ഇതുപോലെ മീനിന് കൊടുക്കുന്ന? അവിടെ ഇങ്ങനത്തെ കളർ ഇവിടെ നല്ല രസമുള്ള മീനുകൾ കേട്ടോ, ഭയങ്കര പല കളേഴ്സിലുള്ള മീനുകളാ. മീൻസ് ഇല്ല. ആത്മജ കഴിഞ്ഞല്ലേ ഇവിടുത്തെ? സോ നമ്മളുടെ തീർത്ഥാംപൂർ ടെമ്പിളിലുള്ള വിസിറ്റ് കഴിഞ്ഞ് നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇന്നലെ നമ്മൾ പോയ സ്ഥലത്ത് ഭയങ്കര മഴയായിരുന്നു. സോ നമ്മളൊരു ഒരു ഹില്ലോ അങ്ങനെ എന്തോ പോകണ്ടായിരുന്നു, അത് നടന്നില്ല. സോ ഇന്ന് നമ്മൾ ഇടയ്ക്കൊക്കെ പോകണമെന്നില്ല. അപ്പം നമുക്ക് അടുത്ത സ്ഥലത്ത് നമ്മൾ ഇന്നലെ ആക്ച്വലി ഒരു 2 സ്ഥലമായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആദ്യത്തെ സ്ഥലം നമ്മൾ എത്തിയപ്പോഴത്തേക്കും ഉച്ചയായി. ആ പോകുന്ന സ്ഥലങ്ങൾ ഇവിടെ നമ്മൾ എന്താ പറയുക, ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഉബൂദ്, അതുപോലെ ഇന്നലെ പോയൊരു സ്ഥലമുണ്ട്. അവിടെയൊക്കെ ഉച്ച കഴിഞ്ഞാൽ ഭയങ്കര മഴയായിരിക്കുന്നു. സോ നമ്മൾ ഇന്നലെ ആദ്യത്തെ സ്ഥലത്ത് പോയി കഴിഞ്ഞ് രണ്ടാമത്തെ സ്ഥലം പോകുമ്പോഴത്തേക്ക് അവിടെ ഫുൾ മഴയായിരുന്നു. അപ്പോൾ ആ മഴ കാരണം ഞങ്ങൾക്ക് അവിടെ പോകാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് 3 സ്ഥലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ബിക്കോസ് നാളെ നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല. ഇപ്പം നമ്മളൊരു സ്ട്രീറ്റ് ഫുൾ ഡ്രസ്സിലൊരു സ്ട്രീറ്റാണ്. അയ്യോ നല്ല രസമുണ്ട് ഇവരുടെ ഡ്രസ്സ്. ഓ, ഇതാണോ നമ്മൾക്ക് പർച്ചേസ് ചെയ്യാനൊക്കെ ചെയ്യാന്ന് പറഞ്ഞത്? അല്ല, ഇവര് നമ്മളെ അടുത്ത് ഓരോ സാധനം കാണിച്ച് വാങ്ങിക്കോ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നേരത്തെ ഒരു സ്ത്രീ ഫ്രൂട്ട്സ് വിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫ്രൂട്ട്സ് പഴം ബനാന പിന്നെ വേണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഹൗ ചീപ്പ്, ഇത്ര മോശമാണ് നമ്മൾ വേണ്ടെന്ന് പറയുന്നത് അല്ലേ? അത് തന്നെ. Yes.
ഐറ്റം. നമ്മളിപ്പോൾ മറ്റേ കോഫി ലുവാക്ക് എന്ന് പറഞ്ഞിട്ടൊരു കാപ്പി കുടിക്കാറില്ലേ, ഭയങ്കര എക്സ്പെൻസീവ് കോഫിയാണെന്ന് പറഞ്ഞിട്ടില്ല. ആ കോഫി ഉണ്ടാക്കുന്ന പ്ലാന്റേഷനിലാണ് അല്ലേ? അപ്പിയാ ഒരു പൂച്ച. ആ പൂച്ച ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് കാപ്പിക്കുരു നോക്കി കഴിക്കും. ഓക്കെ, ആ കാപ്പിക്കുരു അതാണ് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും ക്വാളിറ്റി കൂടിയിട്ടുള്ള കാപ്പിക്കുരു മാത്രം ആ പൂച്ച കഴിക്കുള്ളൂ. ആ കാപ്പിക്കുരു കഴിച്ചതിന് ശേഷം ആ പൂച്ച അപ്പിടും. അപ്പോ അതിന്ന് ഇവര് ഏറ്റവും ബെസ്റ്റ് കാപ്പിക്കുരു എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി പൊടിച്ചു കൊടുത്തേക്കുന്നതാണ് കോപ്പി ലുവാക്ക അല്ലേ? പക്ഷെ അത് തന്നെ ബേബി. This is the guide. ഹായ്, ഗുഡ് ഗുഡ്. Where are you from? Sorry. ഇന്ത്യ. Nice to meet you. താങ്ക് യു. I'll talk your language. മാഷ് എവിടെ പോയാലും ഫസ്റ്റ് ചോദിക്കുന്നത് ടു മച്ച് ടു വാക്ക്, നടക്കാനുണ്ടെങ്കിൽ നടക്കൂല. ഓ കക്കാവോ, ഓ കൊക്കോ പൗഡർ, കൊക്കോ പുരുവല്ല, പഴം, കൊക്കപ്പഴം, പൈനാപ്പിൾ. നമ്മളെ നാട്ടിലതേപോലത്തെ പൈനാപ്പിൾ ഉണ്ട്. അലവേര. Luwak is the animal. ഓ ഇതാണോ മറ്റേത്? This animal, we have to separate. Coffee we get from the jungle. ഇതാണല്ലേ കഴിക്കുന്നത്? The pool. We have to ഇത് പകലിറങ്ങിയിട്ട് രാത്രിയാണോ Inside we കഴിക്കുന്നത്? have 3 luwak, but you can cut it. ഓക്കെ. Okay, we go down. Crocodile is flower. Flower is for the tea. ഇതൊക്കെ നമ്മളവിടെ കാണുന്ന സംഭവങ്ങൾ തന്നെ. ലാവൻഡർ. ആ ഓരോന്ന് കുത്തുന്ന തീർന്നയോ? ബേബിക്കാണെങ്കിൽ സ്ഥിരം എന്തെങ്കിലും കുത്തും. Bali we have spices. Okay, jumpa. You want to testing? ഏത് They have free tester for you. വേണമെങ്കിൽ താങ്കൾ ടെസ്റ്റ് ചെയ്യണോ? എന്നാ വേണ്ട. No, no. സോ ഞങ്ങള് സെക്കൻഡ് സ്ഥലം കോപ്പി ലുവാക്കിന്റെ കാപ്പി തോട്ടത്തിലായിരുന്നു. സോ അവിടെ പ്രോസസ്സിംഗ് ഒക്കെ കാണിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ പിന്നെ ടെസ്റ്റ് ചെയ്യാനൊന്നുമില്ല, വെറുതെ പോകാണ്ടതല്ലേ. അപ്പം അതുകൊണ്ട് അപ്പം തിരിച്ച് നമ്മൾ ആ പ്ലാന്റേഷനിൽ ഇറങ്ങി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഹലോ, ഹായ്, റെഡി ഫോർ ദ ഫോട്ടോഷൂട്ട്? No, okay, go inside. റെഡി ഫോർ ദ ഫോട്ടോഷൂട്ട്? മാഷേ, ഞങ്ങളിത് കല്യാണത്തിന് പോലും ഫോട്ടോഷൂട്ടൊന്നും ചെയ്തില്ല, ഇപ്പൊ ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോവാണ്. Go upstairs and over. ഓക്കെ. സോ ഇതെന്ന് പറയുന്നത് ഓരോ സ്പോട്ടും ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കേണ്ടതാണ്. ഇവിടെ കല്യാണത്തിന് മുന്നേ അല്ലാതെ എല്ലാവർക്കും വന്നിട്ട് പ്രീ വെഡിങ് ഫോട്ടോഷൂട്ട് അല്ലാതെ ഇവിടെ വരുന്നവരൊക്കെ ഇവിടുത്തെ കോസ്റ്റ്യൂമൊക്കെ എടുത്ത് ഫോട്ടോഷൂട്ടിന് നിൽക്കും. നമ്മളെടുത്ത് ഇതുപോലെയൊക്കെ നടന്നു വരാനും നിൽക്കാനൊക്കെയാണ് പറയുന്നത്. അയ്യോ, എന്താണ് എന്റെ പേര്? പേരെന്ത്? തെമാക്കു, തെമിയാക്. ഇതോ ആ ഇത് തദാരി പൊക്കോ. അതാരിയോ? ഒരു ഹോട്ടലാണ്, കമാൽ തദാരി. കമാൻ ദദാരി എന്ന് പറഞ്ഞ ഹോട്ടലാണ്. ഹോട്ടലിനേക്കാളും ഉപരി ഇവര് ഒരുപാട് ഫോട്ടോ സ്പോട്ട് ഒരുക്കിയിരുന്നു. ഭയങ്കര രസമുണ്ട് കാണാൻ വേണ്ടി. ഓരോ സ്ഥലത്തും ഒരുപാട് പേര് വന്ന് ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. ഞങ്ങളായിട്ട് കുറച്ചില്ല, ഞങ്ങൾ കുറച്ചൊന്നും എടുക്കാൻ വേണ്ടി നമ്മൾ അവർ നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് വന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം
എന്തൊക്കെ പോസസ് ചെയ്യുന്നറിയോ? നമ്മള് 4 പേരും കുട്ടികളെ പിടിച്ച് 2 പേരും കുട്ടികളെ പിടിച്ച് 4 ആത്മജനം നമ്മൾ തൽക്കാലം ഒന്ന് കൂട്ടിട്ട് നൈസ് ആംബിയൻസ് ആട്ടോ. ഇത് കോക്കനട്ട് ഓറഞ്ച് കോക്കനട്ട് ഹായ് പറ, ഹായ് പറ. സോ ഇപ്പൊ നമ്മൾ എങ്ങനെയുണ്ട്? താങ്കളായിട്ട് ഓർഡർ ചെയ്തല്ലേ? യാ പറയുന്നു. ഓ സെൽഫി അല്ല, അല്ല ഞാൻ സെൽഫി എടുക്കാം പറഞ്ഞ സ്ഥിതിക്ക്. എനിക്ക് ക്ലാസ് ഉണ്ട്, നമ്മുടെ ഓൺലൈൻ ക്ലാസ്. സോ ഇന്ന് നമ്മളെ ലാസ്റ്റ് ഡേ ആണ് ബാലിയിലുള്ള. അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ ഇവിടുന്ന് നേരെ എയർപോർട്ടിൽ പോകും. ഒരു 11 മണിയാകുമ്പോൾ തിരിച്ചാൽ മതി ഇവിടുന്ന്. 11 മണിക്ക് എയർപോർട്ടിൽ പോയി അത് കഴിഞ്ഞ് നമ്മൾ നേരെ സിംഗപ്പൂർ പോകും. അവിടുന്ന് നമ്മളൊരു 3 hours നിന്ന് രാത്രി നമ്മുടെ നാട്ടിലേക്ക് എത്തും അല്ലേ? ലോങ് ജേർണി. യെസ്, എനിക്ക് ആദ്യമായിട്ടാണ് എന്റെ ലൈഫില് ഞാൻ എവിടെ എനിക്ക് യാത്രയൊക്കെ ബാലിയിലേക്ക് കൊണ്ടുവന്നത് ബഡ്ജറ്റ് ഹോളിഡേസ് ആണ്. ബഡ്ജറ്റ് ഹോളിഡേസിന് ഒരു ഭയങ്കര താങ്ക്സ്. അതെ, വലിയ താങ്ക്സ്. കാരണം എന്താണെന്നറിയോ, അത് മാത്രല്ല ബാലിയിൽ വന്നിട്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 3-4 സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസൺ ബഡ്ജറ്റ് ഹോളിഡേസ്. അവർ കൃത്യമായിട്ട് മാഷ് ഓരോ സ്ഥലം പറ്റില്ല പറയുമ്പോൾ അവർ അടുത്ത സ്ഥലം ഐഡിനർ ചെയ്തില്ല. അപ്പൊ മാഷിന് പോവാതിരിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മാഷ് എനിക്ക് തോന്നുന്നു ബഡ്ജറ്റ് ഹോളിഡേസിൽ വന്നിട്ട് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ക്ലയന്റിനെ. അവരുടെ ക്ലയൻസ് മിക്കവാറും വേണ്ട കുഴപ്പമില്ല ഞങ്ങളുടെ റൂമിൽ. അപ്പൊ അവര് അത് പറ്റില്ല, നിങ്ങൾ അവിടെ പോണം. പിന്നെ ഞങ്ങൾക്ക് ഗുണമായത് മഴയായിരുന്നു. കാരണം അവര് രാവിലെ 9 മണി 10 മണിക്ക് വന്ന് നിൽക്കുമല്ലേ. അതെ, നമ്മൾ ഇറങ്ങുമ്പോ ഇവരെ കളിപ്പിച്ച് ഇറങ്ങുമ്പോ 11:30 അപ്പത്തേക്ക് മിക്ക സ്ഥലത്തും മഴയാണ്. 12 മണിയാകുമ്പോൾ ഇവിടെ മെയിൻ സ്പോട്ടുകളിലൊക്കെ മഴ തുടങ്ങും. അപ്പൊ അവര് നമ്മുടെ അടുത്ത് പറയും, നിങ്ങൾ നാളെ രാവിലെ 9 മണിക്ക് റെഡി ആവോ? പക്ഷെ സർ ഒരു 10 മണി 11. പിന്നെ ഇനി ഓക്കെ ഒരു ദിവസം പറഞ്ഞു, ഇന്നലെ പറഞ്ഞു ഞാൻ 10 മണിക്ക് റെഡി ആയിട്ടിരിക്കും എന്ന് പറഞ്ഞ് ഉറപ്പിച്ചു. അവസാനം എന്താ 10 മണിക്ക് റെഡി ആവാന്ന് വിചാരിച്ചു. നേരത്തെ ഇറങ്ങണില്ല, ഫ്ലൈറ്റ് പോകും. ബാക്കി പറഞ്ഞു പോവാം. ഓക്കെ, ഇവിടെ നമ്മള് ഫോർത്ത് ഇവിടെ ശരിക്കും നിലകൾ വളരെ കുറവാട്ടോ. നിലകൾ മുകളിലോട്ട് ഒരുപാട് പേരില്ല. കാരണം ഇവരുടെ എന്താണ് ട്രഡീഷനും കൾച്ചറും ഇതിനെയൊക്കെ പറഞ്ഞു കൊടുക്കും. ഭയങ്കര ട്രഡീഷണൽസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാരും. ഭക്തന്മാരാണ്, അതായത് ഉള്ളവരാണ്. അതെ, പറഞ്ഞു ഞാൻ പറയാം. അതായത് നമ്മൾ പോണ എല്ലാ സ്ഥലത്തും റോഡിന്റെ 2 സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ അമ്പലങ്ങളാണ്. ഇന്തോനേഷ്യ ശരിക്കും ഒരു മുസ്ലിം രാജ്യമാണെങ്കിൽ ഇവിടെ കൂടുതൽ ഇവിടെ തന്നെ പറയാം 80% ഹിന്ദുസ് ആണത്രേ. എല്ലാ വീട്ടിലും അമ്പലമുണ്ട് ഇവിടെ. എല്ലാ വീട്ടിലും അമ്പലമുണ്ട്. പ്ലസ് ഓരോ വില്ലേജിന് ഓരോ നാടിന് ഒരമ്പലം. അതായത് ഇപ്പം ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾക്ക് ഒരമ്പലം, ഞങ്ങളുടെ ഈ നാട്ടിലുള്ളവർക്ക് മൊത്തം കൂടെ ഒരമ്പലം. അതിന് പുറമെയുള്ള ആൾക്കാർക്കൊന്നും കയറാൻ പറ്റില്ല. അങ്ങനെയാണ് നല്ല രസമുള്ള കൾച്ചർ. അതുമാതിരി ഫുൾ ഇങ്ങനെ തെങ്ങോലയും മറ്റേ സാധനമൊക്കെ തൂക്കിയിടും. റോഡ് ഫുൾ എപ്പോൾ നോക്കിയാലും ഉത്സവം പോലെ. ഞങ്ങൾ ഇന്നലെ പോയി വന്നിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കുട്ടികൾ വരെ ഉത്സവത്തിന് ശബ്ദം ഉണ്ടാവുന്നത് കേൾക്കില്ല. ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഹോട്ടൽസ് ലോബി നല്ല ഹോട്ടലാട്ടോ. ഷെറട്ടൺ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. റൂം ഗുഡ് മോർണിംഗ്, നമസ്തേ. യാ, ഇവിടെ ഭയങ്കര സ്പ്രെഡ്സ് ആണ്, നിറയെ സ്പ്രെഡ്സ് ഉണ്ട്. ഇന്നെനിക്ക് ഐസ്ക്രീം വേണം. സോ ഇത് അവരുടെ ട്രഡീഷണൽ സ്വീറ്റ്സ് ആണ്, ഡെസേർട്സ്. ദെൻ ഇത് നമ്മൾ ഇന്ത്യൻ കൗണ്ടറാണ്. ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യ. ഞാൻ ആദ്യത്തെ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യയിൽ നോക്കിയിട്ടേ വരാറില്ല. കഴിക്കാനൊന്നും വിചാരിച്ചിരുന്നു. സാമ്പാർ അത് ഏഷ്യൻ ഫ്ലേവേഴ്സ്. നിങ്ങളുടെ ടേബിൾ എവിടെയാണ്? ഇനി അത് കാണിച്ചു തരണേ.
വിചാരിച്ചതാണ്. പക്ഷേ ഇതൊന്നും എനിക്ക് പറ്റുന്നില്ല. ഞാൻ ആദ്യത്തെ ദിവസം ഫുള്ള് ബാക്കിയുള്ള സാധനങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഫൈനലി ended up in Indian cuisine. ഇത് ഈ ബാലിയിലെ സ്പെഷ്യൽ ട്രഡീഷണൽ അവരുടെ ലോക്കൽ ഫ്ലേവേഴ്സ്. ഹായ് ഗുഡ് മോർണിംഗ്. സോ ഓൾ ഓഫ് ദിസ് ഇസ് നോൺ വെജ്, റൈറ്റ്? Vegetarian today. Oh my god, I want to try this. You want to try? Yeah, vegetarian. So every day, ആദ്യത്തെ ദിവസം ഞാൻ വന്നപ്പോൾ ഒരു ഫുൾ എന്താ പറയുക സ്വീറ്റ്സ് ഡെസേർട്സ് ആയിരുന്നു. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ നോൺ വെജ് ആയിരുന്നു. ആദ്യം തന്നെ വെജ് കിട്ടിയിട്ട് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തു. I'll come now. ഇന്ന് മറ്റേ സ്നേക്ക് ഫ്രൂട്ട് ഇല്ല അല്ലേ? എനിക്കിന്ന് ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചു. എടുക്കുന്നുണ്ട് മാസ്റ്റർ പീസ്. ഇതൊക്കെ നമ്മൾ വോയിസ് ഓക്കെ. ഞാൻ ചുമ്മാ ട്രൈ ചെയ്യാൻ വേണ്ടി. ഇനി എനിക്ക് വെജ് ഇന്ത്യൻ സാറ്റർഡേ നല്ല തിരക്കാണ്. Can you open the door? ഒരു ബൈ പറ. അപ്പക്കാ ഒരു ബൈ പറ.